Hi friends, I am Jibin Matthew. Welcome to Goods and Service Tax Part 9. Composition Scheme. Composition scheme is a convenient way for the small taxpayers in order to escape from too many GST formalities and pay tax at a fixed rate based on their business turnover. It is an alternative method of levy of tax designed for small taxpayers based on the aggregate turnover in the preceding financial year. സ്മോൾ ടാക്സ് പേയേഴ്സിന്, അതായത് ചെറിയ ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. ചെറിയ ബിസിനസ്സുകാർക്ക് അവർക്ക് ടേൺ ഓവർ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. അവർക്ക് GST ഫോർമാലിറ്റീസിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടുക എന്നുള്ളതാണ് കോമ്പോസിഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഡീലേഴ്സ് ടാക്സ് അടയ്ക്കേണ്ടത് അവരുടെ ബിസിനസ് ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും. സാധാരണ GST ഡീലേഴ്സ് ടാക്സ് അടയ്ക്കുന്നത് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ലെസ് ചെയ്തുള്ള എമൗണ്ടാണ് അവരുടെ GST പേയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കോമ്പോസിഷൻ ഡീലേഴ്സ് സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അവരുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണോ അത് തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിലെ ആഗ്രിഗേറ്റ് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് തീരുമാനിക്കുന്നത്. ബിസിനസ് ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്, ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ് അവർ ടാക്സ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. എ ടാക്സ് പെയർ whose aggregated turnover in the preceding financial year not exceeding 1.5 crore in case of Northeastern state 75 lakh can opt composition scheme. ഒരു ബിസിനസ്മാനെ അല്ലെങ്കിൽ ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ 1.5 crore താഴെയാണ് അയാളുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്കിൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ഉള്ള ഡീലേഴ്സ് സംബന്ധിച്ചിടത്തോളം 75 ലാഖിൽ താഴെയാണ് തൊട്ട് മുമ്പിലത്തെ ഫിനാൻഷ്യൽ ഇയറിലെ ആഗ്രിഗേറ്റ് ടേൺ ഓവറെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പോസിഷൻ സ്കീം ഈസ് ടു ബ്രിങ് സിംപ്ലിസിറ്റി ആൻഡ് ടു റെഡ്യൂസ് കംപ്ലയൻസ് കോസ്റ്റ് ഫോർ സ്മോൾ ടാക്സ് പേയേഴ്സ്. ചെറിയ ഡീലേഴ്സ് സംബന്ധിച്ചിടത്തോളം അവർക്ക് GST ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കാനും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സിംപ്ലിസിറ്റി, ഇതാണ് കോമ്പോസിഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് കാൽക്കുലേഷനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് റെക്കോർഡുകളൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ കോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ടിങ് റെക്കോർഡ്സുകളൊന്നും കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ടാക്സ് കാൽക്കുലേഷൻ സിമ്പിളാണ്. എ കോമ്പോസിഷൻ ഡീലർ has to file summarized quarterly returns instead of monthly returns. സാധാരണയായിട്ട് GST ഡീലേഴ്സ് മന്ത്ലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്. എന്നാൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മന്ത്ലി റിട്ടേണിൻ്റെ സ്ഥാനത്ത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫയലിങ്ങിൻ്റെ എണ്ണം തന്നെ വളരെയധികം കുറയുന്നുണ്ട്. അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് 3 മാസം കൂടുമ്പോൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, അതായത് വർഷത്തിൽ 4 റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. എന്നാൽ GST രജിസ്ട്രേഷനുള്ള GST ഡീലേഴ്സിന് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പം 4ൻ്റെ സ്ഥാനത്ത് അവർ 12 റിട്ടേണുകളാണ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്.
അതിൽ തന്നെ GSTR 1, 2, 3 ഇങ്ങനെയൊക്കെ റിട്ടേണുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ്, റേറ്റ് ഓഫ് കോമ്പോസിഷൻ ലെവി. ഡിഫറെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട രജിസ്റ്റേർഡ് പേഴ്സണ് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് കോമ്പോസിഷൻ സ്കീം പ്രകാരം അടയ്ക്കേണ്ടത്. മാനുഫാക്ചറേഴ്സ് അതർ ദാൻ മാനുഫാക്ചറേഴ്സ് ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ് ലൈക്ക് ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ പ്രൊഡക്ട്സ്. സാധാരണ രീതിയിൽ മാനുഫാക്ചറേഴ്സ് എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. നോട്ടിഫൈഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ്, അതുപോലെ തന്നെ ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിന് ഈ റേറ്റ് ബാധകമല്ല. സാധാരണയായിട്ട് മാനുഫാക്ചറേഴ്സ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അടയ്ക്കേണ്ട ടാക്സ് 1% ഓഫ് ടേൺ ഓവർ ആണ്. അതിൽ 0.5% CGST ആയിട്ടും 0.5% SGST ആയിട്ടുമാണ് അടയ്ക്കേണ്ടത്. നെക്സ്റ്റ്, റെസ്റ്റോറൻറ്റ് സർവീസസ്. റെസ്റ്റോറൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ 5% ഓഫ് ടേൺ ഓവർ ആണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ അടയ്ക്കേണ്ടി വരുന്നത്. 2.5% CGST ആയിട്ടും 2.5% SGST ആയിട്ടുമാണ് അടയ്ക്കേണ്ടത്. CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST സെൻട്രൽ ഗവൺമെൻറ്റാണ് കിട്ടുന്നത്, SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കിട്ടുന്നത്. ട്രേഡേഴ്സ് ഓർ അതർ സപ്ലയേഴ്സ്. സാധാരണ രീതിയിൽ ട്രേഡേഴ്സ് 1% ഓഫ് ടേൺ ഓവർ ആണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. 0.5% CGSTയും 0.5% SGSTയുമായിട്ടാണ് അടയ്ക്കേണ്ടത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കോമ്പോസിഷൻ ലെവി. എലിജിബിലിറ്റി. എ ടാക്സ് പെയർ ഹൂസ് aggregated turnover in the preceding financial year not exceeding 1.5 crore can opt composition scheme. In case of Northeast state, aggregate turnover not exceeding 75 lakhs can opt composition scheme. സാധാരണ സ്റ്റേറ്റുകളിൽ 1.5 crore താഴെ ടേൺ ഓവർ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ള ടാക്സ് പേയേഴ്സിനാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്നാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള ഡീലേഴ്സിന് 75 ലാഖിൽ താഴെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളവർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ കുറച്ച് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ടേൺ ഓവർ ലിമിറ്റ് ഒക്കെ കുറവ് നിജപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, ടാക്സ് റേറ്റ്. ഫിക്സഡ് റേറ്റ് ഓൺ സെയിൽസ് ടേൺ ഓവർ. കോമ്പോസിഷൻകാർ ടാക്സ് അടയ്ക്കുന്നത് സെയിൽസ് ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്. നമ്മളത് നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കനോട്ട് ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അവർ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ടാക്സ് കുറവ് ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ ബാലൻസ് എമൗണ്ട് എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്നൊക്കെ പറയുന്നത്. കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് സെറ്റ് ഓഫ് എടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് സപ്ലൈ. എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ only can opt കോമ്പോസിഷൻ സ്കീം. ഒരു ബിസിനസ്മാൻ അയാൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ മാത്രമാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ നടത്താനായിട്ട് സാധിക്കൂ. ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർ സാധാരണ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, റിട്ടേൺ. നീഡ് ടു ഫയൽ ക്വാർട്ടർലി റിട്ടേൺസ് ഇൻ GSTR 4. നോ നീഡ് ടു ഫയൽ മന്ത്ലി റിട്ടേൺ. കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല.
ക്വാർട്ടേർലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. ക്വാർട്ടേർലി റിട്ടേൺ സാധാരണയായിട്ട് ഫയൽ ചെയ്യുന്നത് GSTR 4 എന്നുള്ള ഫോമിലാണ്. GSTR 4 എന്നുള്ള ഫോമിലാണ് ക്വാർട്ടേർലി റിട്ടേൺ കോമ്പോസിഷൻസുകാർ ഫയൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ബില്ലിംഗ്. കോമ്പോസിഷൻ ഡീലർ ഇഷ്യൂസ് ബിൽ ഓഫ് സപ്ലൈ നോട്ട് ടാക്സ് ഇൻവോയ്സ്. കോമ്പോസിഷൻ ഡീലേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ബിൽ ഓഫ് സപ്ലൈ ആണ്. എന്നാൽ GST ഡീലേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സ് ആണ്. ടാക്സ് ഇൻവോയ്സിൽ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണെന്നുള്ളതും ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കും. ടാക്സ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ് അഥവാ GST ഇൻവോയ്സ്. എന്നാൽ കോമ്പോസിഷൻ ഡീലർക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പകരം ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പോസിഷൻ ഡീലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ബിൽ ഓഫ് സപ്ലൈ ആണ്. അതുകൊണ്ട് കോമ്പോസിഷൻ ഡീലറിൽ നിന്ന് ഗുഡ്സ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. കോമ്പോസിഷൻ ഡീലേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ചാർജ് ടാക്സ് ഫ്രം ഹിസ് ബയർ. Even if the rate of tax is very low, the burden of payment of tax from his own pocket is vested with the assessee. കോമ്പോസിഷൻകാർക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഡീലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരവും ഇല്ല. കോമ്പോസിഷൻകാർക്ക് സെയിൽ നടത്തിക്കഴിഞ്ഞാൽ ആരാണോ ഗുഡ്സ് മേടിക്കുന്നത് അല്ലെങ്കിൽ സർവീസ് മേടിക്കുന്ന അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ടാക്സ് റേറ്റ് വളരെ കുറവാണെങ്കിൽ തന്നെയും ടാക്സ് പേയ്മെൻറ്റ് നടത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? കോമ്പോസിഷൻ ഡീലർക്കാണ്. അത് മറ്റൊരാളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അസസി അഥവാ കോമ്പോസിഷൻ ഡീലർ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്ത് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. Next, benefits of composition scheme. Lesser complaints. No need to maintain more accounting books and records. No need to file monthly returns, etc. കംപ്ലൈൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാണ്. കോമ്പോസിഷൻ സ്കീമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കംപ്ലൈൻസ് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അക്കൗണ്ടിങ് ബുക്കുകളും റെക്കോർഡ്സുകളും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അതും കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, ഹാസിൽ ഫ്രീ പേയ്മെൻറ്റ്സ് ഓഫ് ടാക്സ് അറ്റ് സിംഗിൾ റേറ്റ്. ടാക്സ് പേയ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ടാക്സ് പേയ്മെൻറ്റ് നടത്താനായിട്ട് ടാക്സ് കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് ഈസി. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ടാക്സ് പേയ്മെൻറ്റ് ഈസിയാണ്. അതുപോലെ തന്നെ ടാക്സ് കാൽക്കുലേഷനും സിമ്പിളാണ്. ഹൈ ലിക്വിഡിറ്റി ആസ് ടാക്സസ് ആർ അറ്റ് എ ലോവർ റേറ്റ്. GST registered dealers are required to pay input tax at the time of purchase, and the amount of tax paid will be blocked until he collects output tax or get refund. GST registered dealers ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻപുട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നു. ആ ഇൻപുട്ട് ടാക്സ് അവർക്ക് തിരിച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ആയിട്ട് പോയ എമൗണ്ട് കുറച്ച് നാളത്തേക്ക് ബ്ലോക്കായി കിടക്കുകയാണ്. 5% ടാക്സ് ഉള്ള ഗുഡ്സ് കാണാം, 12% ടാക്സ് റേറ്റ് ഉള്ള ഗുഡ്സ് ആകാം, ചിലപ്പോൾ 18% ആവാം.
ചിലപ്പോൾ 28% ആവാം. അപ്പം ഡീൽ ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ടാക്സ് റേറ്റ് അനുസരിച്ച് ബ്ലോക്ക്ഡായി കിടക്കുന്ന എമൗണ്ടിലും ഡിഫറൻസ് വരും. ചില ഡീലേഴ്സിന് വളരെയധികം എമൗണ്ട് ബ്ലോക്ക്ഡായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഈ ബ്ലോക്ക്ഡായി കിടക്കുന്ന എമൗണ്ട് തിരിച്ച് കയ്യിലേക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ അവർ സെയിൽ നടത്തി ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് എപ്പോഴാണോ റീഫണ്ട് കിട്ടുന്നത് ആ സമയത്താണ് അവരുടെ കയ്യിൽ ബ്ലോക്കായിട്ടുള്ള എമൗണ്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഒരു കുറേയധികം നാളത്തേക്ക് GST രജിസ്റ്റേർഡ് ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ബ്ലോക്ക്ഡായി കിടക്കുകയാണ്. തിരിച്ചു കിട്ടുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷമാകാം. കോമ്പോസിഷൻ ഡീലേഴ്സ് ക്യാൻ എൻജോയ് ഹൈ ലിക്വിഡിറ്റി ബിക്കോസ് ദേ നീഡ് ടു പേ ടാക്സ് അറ്റ് എ ലോവർ റേറ്റ്. എന്നാൽ കോമ്പോസിഷൻ ഡീലേഴ്സ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അവർ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർ ടാക്സ് അടയ്ക്കേണ്ടത് ഒരു ലോവർ റേറ്റ് ആണ്, ഒരു ഫിക്സഡ് റേറ്റ് ആണ് കൊടുക്കുന്നത്. ഒരു ലോവർ റേറ്റ് ആണ് ഒരു പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ബ്ലോക്കായിട്ട് കിടക്കുന്നൊരു പ്രശ്നം വരുന്നില്ല. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് കോമ്പോസിഷൻ സ്കീം. എന്തൊക്കെയാണ് കോമ്പോസിഷൻ സ്കീമിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. Composition dealer is not eligible to take credit of input tax paid on purchases. കോമ്പോസിഷൻ ഡീലേഴ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. അവർ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ഒരിക്കലും ക്രെഡിറ്റ് എടുക്കാനുള്ള അവകാശം കോമ്പോസിഷൻ ഡീലേഴ്സിന് കിട്ടുന്നില്ല. നോ ഇന്റർസ്റ്റേറ്റ് ബിസിനസ്. A composition dealer is not allowed to engage in interstate business, import and export. He may face expansion problems when his business grow. കോമ്പോസിഷൻ ഡീലർ ഇൻട്രാസ്റ്റേറ്റ് ബിസിനസ് മാത്രമേ ആണ് നടത്താനായിട്ട് പറ്റുന്നത്. കോമ്പോസിഷൻ ഡീലർക്ക് ഒരിക്കലും ഇൻറ്റർസ്റ്റേറ്റ് ബിസിനസ്സോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. അപ്പം ഒരു കോമ്പോസിഷൻ ഡീലർക്ക് അയാളുടെ ബിസിനസ് എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പാൻഷൻ നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇൻ്റർസ്റ്റേറ്റ് ബിസിനസ്സോ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഒരൊറ്റ സ്റ്റേറ്റിനുള്ളിൽ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം നടത്തി ഒതുങ്ങിക്കൂടാനേ കോമ്പോസിഷൻ ഡീലർക്ക് പറ്റൂ. പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. കോമ്പോസിഷൻ ഡീലേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ചാർജ് ടാക്സ് ഫ്രം ഹിസ് ബയർ. കോമ്പോസിഷൻ ഡീലർക്ക് ബയറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. Even if the rate of tax is very low, the burden of payment of tax from his own pocket is vested with the assessee. ടാക്സ് റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് എമൗണ്ട് മാത്രമേ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ടാക്സ് എടുത്ത് പേയ്മെൻറ്റ് നടത്തേണ്ടതായ ഉത്തരവാദിത്തമാണ് കോമ്പോസിഷൻ ഡീലർക്ക് വരുന്നത്. നെക്സ്റ്റ്, സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷൻസ്. Utmost care is required while taking benefit of composition levy. If the assessee is wrongly registered under this scheme, not fulfilling the required criteria and thereby avoiding taxes, will face bad consequences. He will be asked to pay taxes along with the penalty, which is 100% of tax. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള മറ്റൊരു പ്രശ്നമാണ് സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷൻസ്. ഒരാൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ തെറ്റായിട്ട് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുകയോ കോമ്പോസിഷൻ സ്കീമിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടതിൻ്റേതായ ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ചെയ്യാതെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുകയും ടാക്സ് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ മേലെ പെനാൽറ്റി ഈടാക്കാനായിട്ട് പറ്റും. അങ്ങനെ പെനാൽറ്റി ഈടാക്കപ്പെടുകയാണെങ്കിൽ ടാക്സും പേയ്മെൻറ്റ് നടത്തണം, അതുപോലെ തന്നെ പെനാൽറ്റിയും പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും.
പെനാൽറ്റി ചിലപ്പോൾ ടാക്സിൻ്റെ 100% വരെ ആകാനുള്ള സാധ്യത ഉണ്ട്. പേഴ്സൺസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് ഫോർ കോമ്പോഷൻ സ്കീം. ആർക്കൊക്കെയാണ് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് അനുവാദം ഇല്ലാത്തത്? എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണും കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് സ്വന്തമായൊരു ബിസിനസ് പ്ലേസ്, സ്ഥിരമായൊരു ബിസിനസ് പ്ലേസ് ഇല്ലാത്ത ആൾക്കാരാണ്. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്തയാളാണ്, എന്നാൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ആളാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. സപ്ലയേഴ്സ് ഹൂസ് aggregated turnover in the preceding financial year crosses limit. തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ 1.5 crore കൂടുതൽ ഉള്ള ആൾക്കാർ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിൽ 75 lakhൽ കൂടുതൽ ഉള്ള ആൾക്കാർ, അവർക്ക് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ പറയുന്ന കണ്ടീഷൻ 1.5 crore ആയിരിക്കും. 1.5 crore താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിൽ 75 lakhൽ താഴെ ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളവർക്ക് മാത്രമേ കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. സപ്ലയർ ഹു ഹാസ് പർച്ചേസ്ഡ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ അൺലെസ് ഹി ഹാസ് പെയ്ഡ് GST ഓൺ സച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഒരു സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ GST റിവേഴ്സ് ചാർജ് ബേസിൽ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ബിസിനസ്മാൻ ഗുഡ്സോ സർവീസോ അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും GST റിവേഴ്സ് ചാർജ് ബേസിൽ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സപ്ലയർ ഓഫ് സർവീസസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ്. സർവീസ് പ്രൊവൈഡേഴ്സിന് റെസ്റ്റോറൻറ്റ് സർവീസ് ഒഴികെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന് GSTയിൽ കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പേഴ്സൺ സപ്ലൈയിങ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് ടാക്സബിൾ അണ്ടർ GST ലോ. GSTയിൽ ടാക്സബിൾ അല്ലാത്ത ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സ് GSTയിൽ ടാക്സബിൾ അല്ലാത്ത ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പേഴ്സൺസ് മേക്കിംഗ് എനി ഇൻറ്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ്. ഇൻറ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാർ, ഇൻറ്റർസ്റ്റേറ്റ് സെയിൽ നടത്തുന്ന ഡീലേഴ്സിന് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സപ്ലയേഴ്സ് മേക്കിംഗ് any supply of goods through an electronic commerce operator who is required to collect tax at source under section 52. ഒരു സപ്ലയർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്കും കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനും കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, പേഴ്സൺ ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽ, എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കമ്പനി, എ ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ് ആണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരും. കമ്പനി, പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ഒക്കെ ആകാം. ഫേം, പാർട്ണർഷിപ്പ് ഫേമാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ലയബിലിറ്റിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ്. സാധാരണ പാർട്ണർഷിപ്പുകൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ,
ഈ പറയുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട പേഴ്സൺസ്, ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ ഒക്കെ ചേർന്നുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അതിനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിവിജ്വൽസ് ചേർന്ന്, പേഴ്സൺ എന്നല്ല ഇൻഡിവിജ്വൽ. ഹ്യൂമൻ ബീയിങ്സ്, രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്നുള്ള ഒരു അസോസിയേഷൻ, അവരാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. എന്നാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമല്ല വരുന്നത്, ഏത് തരത്തിലുള്ള പേഴ്സണും വരാം. ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ കമ്പനിയോ ഒക്കെ വരാവുന്നതാണ്. ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതോ, ഇന്ത്യയിൽ നിലവിൽ വന്നതോ, ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്നതോ ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും ഒക്കെ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരും. എനി കോർപ്പറേഷൻ സെറ്റപ്പ് ബൈ ഓർ അണ്ടർ എനി സെൻട്രൽ, സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട് ഓർ എ ഗവൺമെൻറ് കമ്പനി. ഒരു കമ്പനി ഏതെങ്കിലും സെൻട്രൽ ആക്ടിൻ്റെ ഫലമായിട്ടോ സ്റ്റേറ്റ് ആക്ടിൻ്റെ ഫലമായിട്ടോ പ്രൊവിൻഷ്യൽ ആക്ടിൻ്റെ ഫലമായിട്ടോ നിലവിൽ വന്നതാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിൽ വരും. ഗവൺമെൻറ് കമ്പനികൾ ഒക്കെ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. എനി ബോഡി ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ അണ്ടർ ദ ലോസ് ഓഫ് കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ, വിദേശ രാജ്യങ്ങളുടെ നിയമമനുസരിച്ച് നിലയിൽ വന്ന കമ്പനികളെ ഒക്കെ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇന്ത്യയിൽ നിലവിലുള്ള ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതും പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. എ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള ലോക്കൽ അതോറിറ്റീസ് എല്ലാം പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടും. സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമൊക്കെ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. സൊസൈറ്റി ഡിഫൈൻഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 നിലയിൽ വന്ന സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന സൊസൈറ്റികളെല്ലാം, അല്ലെങ്കിൽ അത് പ്രകാരം നിലവിൽ വന്ന സൊസൈറ്റികൾ. ട്രസ്റ്റ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ട്രസ്റ്റുകളെല്ലാം പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. എവരി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, എ നോൺ ഹ്യൂമൻ ലീഗൽ എൻറ്റിറ്റി, not a single natural person, but is authorized by law with duties and rights having distinct identity, autonomous institutions, etc. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറി വരുന്നത്. ഒന്ന് നോൺ ഹ്യൂമൻ ലീഗൽ എൻറ്റിറ്റി ആണ്, നാച്ചുറൽ പേഴ്സൺ അല്ല, എന്നാൽ ലോ വഴിയായിട്ട് അവർക്ക് കുറച്ച് റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ. രണ്ട് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. സ്വയം ഭരണാവകാശമുള്ള സ്ഥാപനങ്ങളൊക്കെ യൂണിവേഴ്സിറ്റികൾ പോലെ ഒക്കെയുള്ള സ്വയം ഭരണാവകാശമുള്ള സ്ഥാപനങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. ലീഡേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ഒഫീഷ്യൽ നെയിംസ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, അവർക്ക് ഒഫീഷ്യൽ നെയിം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഒഫീഷ്യൽ നെയിമുള്ള റിലീജിയസ് ലീഡേഴ്സൊക്കെ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇൻകം ടാക്സ് ആക്ടിൽ പേഴ്സൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ GSTയിലും പേഴ്സൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. പേഴ്സൺ എന്നുള്ള കാറ്റഗറി വരുന്നത് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ഷിപ്പ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, എനി കോർപ്പറേഷൻ സെറ്റപ്പ് ബൈ ഓർ അണ്ടർ എനി സെൻട്രൽ, സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട് ഓർ എ ഗവൺമെൻറ് കമ്പനി, എനി ബോഡി ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ അണ്ടർ ദ ലോസ് ഓഫ് കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്,
ലോക്കൽ അതോറിറ്റി, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സൊസൈറ്റീസ്, ട്രസ്റ്റ്, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. നെക്സ്റ്റ്, ടാക്സബിൾ പേഴ്സൺ. എ പേഴ്സൺ ഹു ഈസ് രജിസ്റ്റേർഡ് ഓർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ GST. GSTയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സണെയാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യതയുള്ള പേഴ്സൺ ആവാം. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, ഇൻഡിവിജ്വലിനെ അല്ല ഇവിടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്, ഇൻഡിവിജ്വലും അതിൻ്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ. നെക്സ്റ്റ്, രജിസ്റ്റേർഡ് പേഴ്സൺ. എ പേഴ്സൺ ഹു ഈസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 but does not include a person having a unique entity number. GSTയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. GSTയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പേഴ്സണെയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എന്നാൽ യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ കിട്ടിയിട്ടുള്ള ആൾക്കാരെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറില്ല. നെക്സ്റ്റ്, യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ or UIN. UIN is a registration number given to certain specified person such as a specialized agency of UNO, multilateral financial institution, organization notified under United Nations, consulate or embassy of foreign countries, any person notified by the commission, etc. Unique identity number എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറി പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന രജിസ്ട്രേഷൻ നമ്പറാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഏജൻസി ആയിട്ട് വരുന്ന സ്ഥാപനങ്ങൾ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ, UN അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ്, ഫോറിൻ എംബസികൾ, ഫോറിൻ കോൺസുലേറ്റ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന ഇതുപോലെയൊക്കെയുള്ള സിമിലറായിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെയാണ് രജിസ്ട്രേഷൻ നമ്പറായിട്ട് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ലഭിക്കുക. സാധാരണയായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്മാന് കിട്ടുന്നത് GST നമ്പറാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് സാധാരണ GST രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്മാന് കിട്ടുന്നത്. എന്നാൽ ചില സ്പെസിഫിക് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ കിട്ടുന്നത്. നെക്സ്റ്റ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. Someone who occasionally undertake transaction involving the supply of goods and or services, whether as principal or agent or in any other capacity, but with no fixed place of business in India. Non-resident taxable person. സ്ഥിരമായിട്ട് ബിസിനസ്സുള്ള ആളാവണം നിർബന്ധമില്ല. ഒക്കേഷണലി അണ്ടർടേക്ക് ട്രാൻസാക്ഷൻ, മിക്കവാറും ട്രാൻസാക്ഷൻസ് നടത്തും. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സെയിൽ നടത്തുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പ്രിൻസിപ്പളായിട്ടോ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കപ്പാസിറ്റിയിലോ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളായിരിക്കും. പക്ഷേ അവർക്ക് ഇന്ത്യയിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കില്ല. ഇന്ത്യയിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആള് എന്നാൽ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ട്, ടാക്സ് ഇന്ത്യയിൽ അടയ്ക്കേണ്ടതായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അടയ്ക്കേണ്ടതായിട്ടുള്ള ബിസിനസ്സാണ്. നോൺ റെസിഡൻ്റ് ടാക്സബിൾ പേഴ്സൺ ഇന്ത്യയിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഏജൻ്റായിട്ടോ പ്രിൻസിപ്പളായിട്ടോ ഒക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കപ്പാസിറ്റിയിൽ, എന്നാൽ ഇന്ത്യയിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നോൺ റെസിഡൻ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ടാക്സബിൾ ടെറിട്ടറി വിച്ച് ഈസ് ഔട്ട്സൈഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. GSTയുടെ
GST ആപ്ലിക്കബിൾ അല്ലാത്ത ടെറിട്ടറിയാണ് നോൺ ടാക്സബിൾ ടെറിട്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മുഴുവൻ GST ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യയുടെ ടെറിട്ടറിക്ക് പുറത്തേക്കുള്ള ഭാഗങ്ങളെയൊക്കെ നമുക്ക് നോൺ ടാക്സബിൾ ടെറിട്ടറി എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. A person occasionally undertaking transaction involving supply of goods and or services during business, whether as principal agent or in any other capacity in a taxable territory where he has no fixed place of business. Casual taxable person. സാധാരണയായിട്ട് ബിസിനസ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പളായിട്ടോ ഏജൻ്റായിട്ടോ മറ്റെന്തെങ്കിലും കപ്പാസിറ്റിയിലോ ആക്ട് ചെയ്യുന്ന ആളായിരിക്കും. അയാൾ ഇന്ത്യയിലൊക്കെ ഉള്ള ആളാണ്, പക്ഷേ അയാൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. ഇന്ന് ഒരു സ്ഥലത്തായിരിക്കും അയാൾ ബിസിനസ് നടത്തുന്നത്, നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ഒരാളാണ്. ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലെ റെസിഡൻ്റൊക്കെയാണ്, പക്ഷേ അയാൾക്ക് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്നുള്ളതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ പ്രത്യേകത. നമ്മൾ വഴിയിലൊക്കെ വെച്ച് ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. ഓരോ ദിവസവും പല സ്ഥലങ്ങളിലാണ് അവർ ബിസിനസ് നടത്തുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.